الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാരുടെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, ഉംറ ചെയ്യാൻ പോയ സഹോദരന്മാര് മരണപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ,
വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ജുമാ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ വിഷയം നമ്മൾ പല പ്രഭാഷണങ്ങളിലും പല ക്ലാസ്സുകളിലും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. എങ്കിൽ പോലും നമ്മളിത് ഈ ജുമാഅയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു കേട്ടുകൊണ്ടിരിക്കണം. അതിന് പ്രധാനപ്പെട്ട വിഷയം കാരണം എന്തെന്ന് പറഞ്ഞാൽ, യഹൂദികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രധാനമായും 4 കാര്യങ്ങളിൽ അസൂയ ഉള്ളതുപോലെ മുസ്ലിം വിഭാഗത്തോട് അസൂയയില്ല. അതിലൊന്നാമത്തെ വിഷയം വരുന്നത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ കാര്യത്തിലാണ്, ജുമാഅയുടെ വിഷയത്തിലാണ്. ആ വിഷയത്തിൽ ലോക മുസ്ലിങ്ങളോട്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുസ്ലിങ്ങളോട് യഹൂദികളായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഹസദ്, അസൂയ ഉണ്ടാവും. രണ്ടാമത്തെ വിഷയം, യഹൂദികളായിട്ടുള്ള ആൾക്കാർക്ക് ഹസദ് ഉണ്ടാകുന്നത് കിബിലയോട്, നമ്മുടെ കിബില, നമ്മളെല്ലാവരും ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞു നമസ്കരിക്കുന്ന കിബില. മൂന്നാമത്തെ വിഷയം, മുസ്ലിങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഭിവാദ്യം അർപ്പിക്കുന്ന അല്ലാഹുവിന്റെ സലാമിനെ അവർ വെറുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ അസൂയ, ഹസദ് വെക്കുന്നു. നാലാമത്തെ സബ്ജക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് പറയുന്ന ആമീൻ, ആ വിഷയത്തിലും അവർക്ക് ഹസദുണ്ട്, അസൂയുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക്, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളം അസൂയുണ്ട്. പക്ഷെ ഇത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള യഹൂദികളുടെ ഹസദ്. അതിലൊന്നാമത്തെ വിഷയമാണ് അൽ ജുമാ. ഇതിനോട് അവർക്കുള്ള ഹസദ് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പള്ളിയിലേക്ക് വരുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പ്രബോധനം ചെയ്യുന്നു. അതിൽ മുസ്ലിങ്ങളുടെ ഐക്യവും അവരുടെ പൊരുത്തവും അവരുടെ സ്നേഹവും നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ പവിത്രതയും എല്ലാം ഈ മെമ്പറിൽ നിന്ന് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വിഭാഗം ആൾക്കാര് പരലോകത്തേക്ക്, ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് ലോകത്ത് എപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ എതിർത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ നിലനിൽപ്പിനെ നമ്മൾ ഈ പറയുന്ന പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും എതിരായി. കാരണം അവര് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാകട്ടെ, അതുപോലെയുള്ള ആശയങ്ങളാകട്ടെ, ആദർശങ്ങളാകട്ടെ, അതിനെല്ലാം ഈ യഹൂദികളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന് നേർ വിരുദ്ധമാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ഔസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഹദീസ്. ആ ഹദീസിന് നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസം നേരത്തെ വന്ന വിഷയം, കുളിക്കുന്ന വിഷയം. അതുപോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു വിഷയമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ബക്കറ വതബക്കർ, നിങ്ങൾ പെട്ടെന്ന് പോവുകയും ഏർലി ഗോസ്, അതുപോലെ തന്നെ ഏർലി അറൈവ്, നേരത്തെ പോയി നേരത്തെ എത്തുകയും ചെയ്യണം. കുറെ ആൾക്കാർ നേരത്തെ ഇറങ്ങും, പക്ഷെ നേരത്തെ എത്തുകയും. അതുകൊണ്ട് എടുത്തു പറഞ്ഞൊരു വിഷയമാണ് നേരത്തെ പോവുകയും നേരത്തെ എത്തുകയും ചെയ്യണം. കാരണം നമുക്കറിയാം, അല്ലാഹുവിന്റെ മലായിക്കത്തുകള് മസ്ജിദിന്റെ ബാബുകളിൽ നിൽക്കും. എത്ര ബാബുണ്ട് അവിടെ നിൽക്കും, അതിന്റെ അറ്റൻഡൻസ് എടുക്കും. ഇമാമ മെമ്പറിൽ കയറുമ്പോൾ അവരത് ക്ലോസ് ചെയ്യും. പിന്നെ അവർ യസ്മഊന കുത്തുബ, ആ വന്ന മലായിക്കുകള് ഈ പറയുന്ന കുത്തുബ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ കുത്തുബ പറയുന്നവനെ നോട്ടാക്കും. കുത്തുബ പറയുന്നവൻ പറയുന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഫസ്റ്റ് വിചാരണക്ക് വരുമ്പോൾ ഖത്തീബിനാണ്. അതുകൊണ്ട് അതേസമയം മുഅദ്ദിന് ബാങ്ക് കൊടുത്തതിന്റെ ശ്രേഷ്ഠത അപ്പോഴേ രേഖപ്പെടുത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വിഷയങ്ങളാണ്, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജീവിച്ചിരിക്കുന്ന ആലിമ്യങ്ങളും ഖത്തീബുമാരും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിൽ പറഞ്ഞു വരുന്ന വിഷയം, ഇനി നമ്മൾ
ഈ പള്ളിയിലേക്ക് വന്നു. നമുക്കറിയാം ജുമാ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ല. പള്ളിയിലേക്ക് കയറി നമ്മൾ നിസ്കരിക്കേണ്ടത് ഏത് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരമാണ് 2 റക്അത്ത് നിസ്കരിക്കേണ്ടത്. ഇനി നമ്മൾ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് വദന മിനൽ ഇമാം. ആ വന്ന ആള് ഇമാമിനോട് എത്രയും അടുത്ത് നിൽക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വേണം ഇരിക്കാൻ. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ സഹോദരന്മാർക്ക്, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക്, ചെറുപ്പക്കാർക്ക് ഒരു 40 വയസ്സ് വരെയൊക്കെ കഴിഞ്ഞാല് എന്താ ബാക്ക് പെയിൻ, നടുവേദന ഉണ്ടാവും. ഇപ്പൊ നടുവേദന ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ചാരിയെ കുറച്ചു നേരം നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് പക്ഷെ നമുക്ക് മനസ്സിലാവും, ഖത്തീബുമാർക്കും മറ്റുള്ളവർക്കും അറിയാം. പക്ഷെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ കാര്യം ചെയ്തു. നേരത്തെ വന്നു, ചിലപ്പോൾ ഒട്ടകത്തിനെ അറുക്കുന്ന കൂലി ലഭിച്ചവരുണ്ടാകാം, അതുപോലെ മാടിനെ അറുത്തവർ, ആടിനെ അറുത്തവർ, അതിന്റെ കൂലി ലഭിച്ചവരുണ്ടാകും. പക്ഷെ അടുത്ത അവരുടെ സ്റ്റെപ്പ്, ഇമാം എങ്ങനെ എത്രത്തോളം അടുത്തിരിക്കുന്നോ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരിക, ഒരാൾ ഇവിടെ ഇരിക്കുക, അടുത്ത ആള് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുക. അല്ലാതെ ഒരേ ആൾക്കാർ വലതു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് പോകുന്നത്, അടുത്ത ആൾ ഇവിടെ വരിക, അങ്ങനെ ആണ് അതിന്റെ സ്റ്റെപ്പ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇത്രയും കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? കാനലഹു ബികുല്ലി ഖുതുവത്തിൻ അജ്റുൻ സന. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിയുകയാണെങ്കിൽ ആണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എന്ത്? അവന്റെ ഓരോ സ്റ്റെപ്പിലും അവൻ ചെയ്ത ആ അമലുകൾക്ക് അവന്റെ ഓരോ കാൽവെപ്പിനോ എത്ര കൂലിയുണ്ട്? 1 വർഷം മുഴുവൻ നോമ്പെടുത്തതും അതുപോലെ തന്നെ രാത്രി നമസ്കരിച്ച കൂലിയുണ്ടെന്നാണ്. ഏത്? ഒരു വെള്ളിയാഴ്ച ദിവസം ഇതേപോലെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഹദീസിൽ വന്നത്, വാഹനത്തിൽ അല്ലാതെ നടന്നു വരിക എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് നമ്മുടെ പള്ളികൾ അകലെ ആയതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ എത്ര സൂക്ഷ്മമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം എന്താണ് എന്ന് പറഞ്ഞാൽ 1 വർഷം നോമ്പെടുത്തവനെ പോലെ. ഏത്? ഒരു വെള്ളിയാഴ്ചത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രൈഡേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതേ സുന്നത്ത് പ്രാവർത്തികമാക്കിയാൽ നമുക്ക് പിന്നീട് ലഭിക്കുന്ന കൂലി രാത്രി നമസ്കാരം ചെയ്തവൻ. അപ്പൊ രാത്രിയുമായി നോമ്പെടുക്കുന്നത് പകലുമായി, അപ്പോൾ ഫുൾ ഒരു ഡേ, 1 ഡേ ആയിട്ട് മാറും. ഏത്? അപ്പൊ ഈ സുന്നത്തുകൾ പ്രാവർത്തികമാക്കിയാൽ 1 വീക്ക് കൊണ്ട് എത്രയായി? 1 വർഷത്തെ ഇബാദത്തിലേക്ക് പോയി. അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ അങ്ങനെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അമലുകൾ അത് സത്യസന്ധമായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്താണെങ്കിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇതെങ്ങനെയപ്പാ, ഇതെങ്ങനെ നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ ആലോചിച്ചു പോകും. സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ അമലുകൾ ചെയ്യുന്ന, ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വരുമ്പോൾ, ഇരിക്കുമ്പോൾ, പോകുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വരുമ്പോഴുള്ള കാര്യം, ഇവിടെ പള്ളിയിൽ എങ്ങനെ ഇരിക്കണം ആ വിഷയവും പഠിപ്പിച്ചു. പോകുമ്പോഴുള്ള വിഷയം നമുക്ക് പഠിപ്പിക്കുന്നത് സൂറത്ത് ജുമായിലെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ഫൈദാ ഖുലിയത്തി സ്വലാത്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്തഗു ഇലൈഹി വസീല മിൻ ഫദ്ലില്ലാ, അല്ലാഹുവിന്റെ ഫദ്ൽ നമ്മൾ തേടണം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലില്ലാ എന്ന് പറഞ്ഞാൽ പുറത്തു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ നിന്നുള്ള ഉപദേശം കേട്ട ഒരു മനുഷ്യൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഫദ്ൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യുന്നത്. ഇങ്ങനെയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അബൂ ഷാമ റഹിമഹുല്ലാഹ് ലോകം കണ്ട മുഹദ്ദിസായിട്ടുള്ള പണ്ഡിതൻ, ആ മഹാനവറുകൾ നമുക്ക് വിവരിച്ചു തരുന്നത്, ആദ്യ നൂറ്റാണ്ടിൽ പ്രഭാതത്തില് വഴികളെല്ലാം ഇങ്ങനെ എന്താവും, ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയും. ആദ്യ നൂറ്റാണ്ടിലെ ജുമായുടെ വിഷയം പറയുക. ഇന്നും
അങ്ങനത്തെ ജുമാ വെള്ളിയാഴ്ച ദിവസമായിരുന്നുവെങ്കിൽ ഇത് യഹൂദികൾ ഭയപ്പെടുന്നതിന് കാര്യമുണ്ട്, അവർ അസൂയ വെക്കുന്നതിന് കാര്യമുണ്ട്. എങ്ങനെയാണ് ജനങ്ങൾ പെരുന്നാൾ ദിനത്തിൽ എന്ന പോലെ തിങ്ങി നിറഞ്ഞ് റോഡിൽ കാണാമായിരുന്നു. അത് തന്നെയുമല്ല, അങ്ങനെ റോഡിൽ തിങ്ങി നിറഞ്ഞ് ഏതുപോലെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നത് പോലെയായിരുന്നു ആദ്യ നൂറ്റാണ്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 വഫാത്തായ നമുക്കറിയാം. ആ നൂറ്റാണ്ടിലെ ഉന്നതരായിട്ടുള്ള സ്വഹാബത്ത് വെള്ളിയാഴ്ച നമസ്കാരത്തിലേക്ക് വരുന്ന രീതി റോഡിൽ ഇവിടെ ഈ മഹൽ എത്രത്തോളം ആൾക്കാരുണ്ട്. അതില് ഒരു വിഭാഗം ആൾക്കാർ നമ്മളുടെ ഇടയിൽ തന്നെ നിങ്ങൾ പഠിക്കണ്ട, പോകണ്ട, അറിയണ്ട എന്ന് പറഞ്ഞു നടക്കണം. അതേ വിശ്വാസികള് ആ ജുമാ നമസ്കാരത്തിന്റെ സമയം അനുസരിച്ച് നമ്മൾ വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, യഹൂദികൾ ഭയപ്പെടുന്നതിന് എന്ത് ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. സഹോദരന്മാരെ, ഇനി പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ പഠിക്കുകയാണ്, അറിയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മിമ്പർ കയറിയ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നിട്ടില്ല. അപ്പൊ അസാൻ കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നത്. ഏത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാത്ത രീതിയിൽ മിമ്പറിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും. അസാൻ കേട്ട് കഴിഞ്ഞ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, പള്ളിയിൽ ബാങ്ക് വിളിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നവരുടെ അവസ്ഥ എന്താണ്, ഹാൽ എന്താണ് മിമ്പറിൽ നിന്ന് ചോദിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാൻ ചില വർക്കുകൾ ചെയ്തതിന്റെ കൂടെ ഞാൻ കുറച്ച് ലേറ്റായി പോയി, പെട്ടെന്ന് ഞാൻ വുദുവെടുത്ത് പള്ളിയിലേക്ക് വന്നു എന്ന് മറുപടി പറഞ്ഞു. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നത്, ജുമായുടെ ദിവസം വുദുവെടുത്താൽ പോലെ അതിന്റെ കൂടെ കുളിക്കണ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, നമുക്കറിയാം ഇപ്പൊ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്ന് ജുമായുടെ ദിവസം ഒരാൾ സംസാരിക്കുന്നു. ആ സംസാരം കണ്ടിട്ട് നമ്മൾ മറ്റൊരാൾ പറയാണ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ ജുമാ എന്തായി? ബാത്തിലായി. പക്ഷെ എന്താണ് ഈ സ്വഹാബത്ത് ഇവിടെ സംസാരിച്ച വിഷയം എന്താണ്? അത് ഉത്തമ നൂറ്റാണ്ടിൽ നിന്ന് ആ വിഷയത്തെ രണ്ട് രീതിയിൽ ഇമാം നവവി റഹിമഹുല്ലാഹയും ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹയും നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നത്. അതിൽ ഒന്നാമത് പറയുന്ന വിഷയം ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് ഈ സംസാരത്തിൽ നിന്ന് എന്താ സംസാരം? അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അസാൻ കൊടുത്തതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഒരാൾ മിമ്പറിൽ നിന്ന് ചോദിക്കുകയാണ്, എന്താ ലേറ്റ് ആയത്? നേരിട്ട് ചോദിച്ചില്ല, അവരുടെ അവസ്ഥ എന്താണ്, ഹാൽ എന്താണെന്ന് ചോദിച്ചു. ഈ വിഷയത്തെ കുറിച്ചാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഭരണകർത്താവിനെ അല്ലെങ്കിൽ അമീർ ആരാണോ അവർക്ക് തന്റെ പ്രജകളെ അന്വേഷിക്കലും മതത്തിന്റെ നന്മകൾ അവരോട് കൽപ്പിക്കലും നബിചര്യക്ക് അനുയോജ്യമല്ലാത്തതിനെ നിരോധിക്കലും അവർ എത്ര പദവിയിലുള്ളവരായാലും ശരി, എത്ര ഉന്നതരായാലും ശരി, ജനമധ്യത്തിൽ വെച്ച് യോഗിനോടും അനിഷ്ടം പ്രകടിപ്പിക്കാമെന്നും ഇത്തരം സംസാരം കുത്തുകൾക്കിടയിൽ അനുവദനീയമാണെന്നും വ്യക്തമാക്കി. എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ഞാൻ മെമ്പറിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചോദിക്കാൻ പറ്റുമോ? പാടില്ല. എന്തുകൊണ്ടാ? അത് സ്വഹാബത്ത് ഉത്തമ നൂറ്റാണ്ടിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയമാണ്. ഇങ്ങനെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അസാൻ കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് വന്നിരിക്കണം. അതാണ് ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഹദീസിൽ നിന്ന് പല മാർഗദർശനങ്ങൾ ലഭിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരി ഇമാമിന്റെ വ്യാഖ്യാതാവായിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, അതായത് കുത്തുബ മിമ്പറിൽ നിന്നുകൊണ്ടാണ്, കുത്തുബ നടത്തുന്ന മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഭരണകർത്താവ് പ്രജകളെ അന്വേഷിക്കണം. അഥവാ പള്ളിയിലുള്ള ആ ഖതീബ് ആരാണോ അത് അവർ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഭരണകർത്താക്കളായിട്ടുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം, അവരോട് നന്മ ഉപദേശിക്കണം, നന്മകളിൽ വീഴ്ച വരുത്തിയതിൽ
പല പദവിയിലുള്ളവരായാലും അവരെ ഉണർത്തണം. സഹോദരന്മാരെ ഇന്ന് നമുക്ക് എന്ത് സംഭവിച്ചു? എത്ര കുറച്ച് ഇൽമ പഠിച്ച ആൾക്കാരുടെ അടുത്ത് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ അവസരം ഇല്ലാതായി. കാരണം ഇവൻ പറയുന്നത് ഞാൻ ഇൽമ നേടിയവനാണ്. ഇവിടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്തിന്റെ വിഷയത്തില് അതില് പുറകോട്ട് പോയി ചെറിയൊരു വീഴ്ച വരുത്തി എന്നതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തുവയുടെ വിഷയത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഉപദേശിക്കുന്നു, അതിന് മറുപടി പറയുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ആയിക്കൂടാ, നമുക്കിനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായിട്ടുള്ള ജുമാ നമസ്കാരത്തിലേക്ക് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി എങ്ങനെ വിളിക്കുന്നത്? യൗമുൽ ജുമാ ഫസ്ഔ എന്നുള്ള വാക്കിൽ നിങ്ങൾ വേഗം വരുന്നതാണ്. നിങ്ങൾ ആ ജുമായുടെ ദിവസത്തിലേക്ക് നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യണം, ഉത്സാഹം കാണിക്കണമെന്നാണ്. ട്രൈ എന്ന് പറയുന്നത് നിങ്ങൾ ഉത്സാഹം കാണിക്കണം. അങ്ങനെയാണ് ഇലാ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ ജുമാ നമസ്കാരത്തിൽ വിളിക്കുമ്പോൾ ഫസ്ഔ എന്നുള്ള വാക്ക് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ വിസ്മരിച്ചു പോയാൽ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകും. ഇതിന് നമ്മൾ സൂക്ഷ്മത പുലർത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കാരണം എന്താ? അതിന്റെ ബാക്കി കാര്യങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കൃത്യത പുലർത്തുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും. അത് ഏത് വിഷയം നിങ്ങൾ പിന്നീട് അതിനുവേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും, സക്സസ് ആവുമെന്നാണ്. പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ദിവസത്തെ ഈ ഒത്തുബയിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിച്ച് യഹൂദികളായിട്ടുള്ള ആൾക്കാർ ഭയപ്പെടുന്നു. അവർ ഭയപ്പെടാനുള്ള കാരണം ഇവിടെ നിന്ന് വിവരിക്കുന്നത് പരിശുദ്ധമായ കലാമാണ്. ആ കലാം ഇന്ന് നമ്മൾ പരിപൂർണമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് അവസരം നൽകിയതാരാണ്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു ആഖിറൂന സാബിഖൂന യൗമുൽ ജുമുഅ. നമുക്കൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു ഈ സമുദായത്തിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നഹ്നു ആഖിറൂന സാബിഖൂന യൗമുൽ ജുമുഅ. നമ്മളെന്ന് പറഞ്ഞ അവസാനത്തെ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ശേഷം പുതിയൊരു ഉമ്മത്ത് വരാനില്ല. അവസാനത്തെ ഉമ്മത്ത് ആണെങ്കിൽ പോലും സാബിഖൂന, നമ്മൾ മുൻകടന്നവരാണ്. ഖിയാമത്ത് നാളിൽ നമ്മുടെ വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുൻകടന്നവരായിരിക്കും. വീദ അന്നഹും ഊതുൽ കിതാബ മിൻ ഖബലിന. നമ്മുടെ മുമ്പ് വേദഗ്രന്ഥം കിട്ടിയ അഹ്ലുൽ കിതാബിന്റെ ആൾക്കാരുണ്ട്, ഇഞ്ചീലിന്റെ ആൾക്കാരുണ്ട്, സബൂറിന്റെ ആൾക്കാരുണ്ട്, തൗറാത്തിന്റെ ആൾക്കാരുണ്ട്. എങ്കിൽ പോലും അല്ലാഹു ഖിയാമത്ത് നാളിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകത തന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അവസാനക്കാരാണ്, പക്ഷേ നമ്മൾ മുൻകടന്നവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മുൻകടന്നവരാ ആകാനുള്ള കാരണം എന്താ? വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. കാരണം എന്താ? അല്ലാഹു ആ ജനങ്ങൾക്കും അവർക്ക് അല്ലാഹു എന്ത് കൊടുത്തിരുന്നു? ഈ വെള്ളിയാഴ്ച ദിവസം ഫർളായിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അവരെന്ത് ചെയ്തു? അവർക്ക് കൊടുത്തിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യാനുള്ള ആ ദിവസത്തിൽ അവര് ഭിന്നിച്ചു പോയി, ഡിവൈഡ് ആയിപ്പോയി. അവരെന്ത് ചെയ്തു? അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തു. അതേസമയം ആ ഭിന്നിച്ചു പോയ അവരിൽ നിന്ന് അല്ലാഹു എന്ത് ചെയ്തു? നമ്മളെ ഈ ദിവസത്തേക്ക് തന്നെ സെലക്ട് ചെയ്ത് ഇതിൽ നിർത്തി, ഹിദായത്ത് നൽകി നമ്മളെ ഇതിൽ നിർത്തി. യഹൂദികളായിട്ടുള്ള ആൾക്കാർ എന്താ? അവര് നാളെ യൗമുൽ സബത്താണ്. നസാറകളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അഥവാ യൗമുൽ അഹദ്. സഹോദരന്മാരെ അല്ലാഹു എന്ത് ചെയ്തു? അല്ലാഹു നിശ്ചയിച്ച് തന്ന ദിവസം തന്നെ നമ്മൾ അതിന്റെ ക്രമീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയിൽ ഇബാദത്ത് എടുത്തത് കൊണ്ടാണ് എന്താക്കിയത്? അല്ലാഹു നമ്മളെ നഹ്നു ആഖിരീന സാബിഖൂന യൗമുൽ ഖിയാമ, നമ്മൾ ബാക്ക് ഏറ്റവും അവസാനം വന്നിട്ട് പോലും നമ്മളെ മുൻകടന്ന സമുദായമാക്കി ഖിയാമത്ത് നാളിൽ ആദ്യമേ വിചാരണ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി,
ഇങ്ങനെ ക്യൂ ഇങ്ങനെ നിൽക്കുക. ആ ക്യൂ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കൂടെ കുറെ നേരമായി ആൾക്കാർ ഇങ്ങനെ നിൽക്കും. നമ്മളും അതിന് ശേഷം ചെന്നവനാണ്. നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് കയറി ചെന്നാൽ ആൾക്കാർ എന്ത് പറയും? നമ്മൾക്ക് സാധാരണ ഒരു അനുഭവമുള്ളത്. ഇതുപോലെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ സമുദായങ്ങൾ വന്നവർ ആദ്യമേ ഉള്ളൂ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഏറ്റവും അവസാനം വന്നവരാണ്. ആ അവസാനം വന്നവരെ അള്ളാഹു മുൻപോട്ട് സാബിഖൂന എന്ന് പറയുന്ന ഉത്തമരായിട്ടുള്ള ഗണത്തിലേക്ക് വിളിക്കുവാൻ, അതിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താ? അവർക്കും ഇതുപോലൊരു ഗ്രന്ഥം കൊടുത്തിരുന്നു, ഒരു ദിവസവും കൽപ്പിച്ചു കൊടുത്തിരുന്നു. ആ ദിവസത്തിൽ അവരെന്ത് ചെയ്തു? ഭിന്നിച്ചു പോയി. നമ്മൾ ഭിന്നിച്ചിട്ടില്ല. നമ്മൾ ഭിന്നിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് കാട്ടിത്തന്ന ആ ദിവസത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഇന്നും നമ്മൾ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് സഹോദരന്മാരെ യഹൂദികളായിട്ടുള്ള ആൾക്കാര് 4 കാര്യങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്നു. അവർ ഭിന്നിച്ചു പോയ ദിവസത്തിലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്ന ആ പാതയിലൂടെ ഇന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നു. പക്ഷേ ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. ആ വീഴ്ചകള് നമ്മൾ പരിഹരിക്കുവാൻ വേണ്ടി നമ്മൾ നോക്കണം. ഇതുപോലുള്ള കാര്യങ്ങള് ഈ ഖതീബുമാര് മിമ്പറിൽ നിന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാന് നേരത്തെ വന്നതാണ്, പക്ഷെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. നമുക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാം. ചില ആൾക്കാർക്ക് നേരെ കുറച്ചു നേരം ബൈക്കിലൊക്കെ നടക്കുന്ന ആൾക്കാർ കുറച്ചു നേരം നടുവേനൊക്കെ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഇങ്ങനെയാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മുമ്പ് വരുന്നുണ്ട്. പക്ഷെ ഇരിക്കേണ്ട രീതി, ആ സഫ് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത തലമുറക്ക് നമ്മുടെ മക്കളെ ഇത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തും എങ്ങനെയാണോ നമുക്ക് കാട്ടിത്തന്നത് അതുപോലെ തന്നെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തിയാണ് വസിയത്ത് ചെയ്യുക. സഹോദരന്മാരെ, പ്രസിദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് ജുമാ നമസ്കാരത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എങ്കിൽ പോലും നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങളിൽ നമ്മൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റം പഠിക്കുക. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഭവനത്തില് പെരുമാറണം, ബിഹേവിയർ നമ്മൾ പഠിക്കുക. എന്ത് ചെയ്യണം, ഇബാദത്തുകൾ എങ്ങനെയാണ്, ഇത് പഠിക്കുക. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതം, ഈ മുസ്ലിങ്ങളുടെ ജീവിതം എന്തായി? യഹൂദികളായിട്ടുള്ള ആൾക്കാർക്ക് അവര് ഭിന്നിച്ചു പോയതുപോലെ നമ്മുടെ കുടുംബ ജീവിതം തകരുന്ന ഒരു അവസ്ഥയിലേക്ക്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഭക്ഷണ രീതി നമ്മൾ എന്താണ് ഉപേക്ഷിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം. ഈ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഇന്നത്തെ തലമുറ ഭക്ഷണം കൊടുക്കുന്നത് വിശപ്പിനനുസരിച്ച് തന്നെ കൊടുക്കുന്നത്. മക്കൾക്ക് വിശക്കുമ്പോൾ അല്ല ഭക്ഷണം കൊടുക്കുന്നത്. അതങ്ങനെ തലമുറക്ക് സംഭവിച്ചു. പണ്ടുള്ള ആൾക്കാര് നമ്മളൊക്കെ വളർന്നു വരുന്നത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഇന്ന് ഉമ്മമാരുണ്ടാക്കി വെക്കുന്ന മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. അവർക്ക് വിശപ്പ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ വിശപ്പ് അറിയാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ഹംഗറി എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അത് കഴിക്കാൻ വേണ്ടി മക്കളുടെ കയ്യിലേക്ക് ഉമ്മമാര് മൊബൈൽ കൊടുക്കും. അപ്പൊ ഈ മൊബൈൽ ഇങ്ങനെ കണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ഭക്ഷണത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഭക്ഷണം കഴിച്ചത് എന്താ? ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ടാണോ ഭക്ഷണം കഴിച്ചത്? അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ ഫുഡ് മക്കളുടെ ഉമിനീരുമായിട്ട് ലയിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഫുഡ് നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ചെന്നാൽ അത് ഉമിനീരുമായിട്ട് ലയിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് പിന്നെ ആമാശയത്തിന് പ്രോബ്ലം ആവും, പിന്നീട് രോഗങ്ങളാവും. നിങ്ങൾ കണ്ട ഈ വെന്റിലോക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് 100 പേരിൽ 98 ആൾക്കാരും മുസ്ലിങ്ങളാണ്. അത് കാരണം കുറെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവരുടെ മക്കളുടെ ഭക്ഷണ രീതികളാണ്. ഒരു മൊബൈൽ അങ്ങോട്ട് കൊടുക്കുക, ഭക്ഷണം അങ്ങോട്ട് തീറ്റുക. അങ്ങനെ ഭക്ഷണം കൊടുത്താല് ഈ പൈത്തനില്ല, പെരുമ്പാമ്പ്, അത് ഭക്ഷണത്തെ വിഴുങ്ങുകയാണ്. മക്കൾ ഭക്ഷണം ചവച്ചരക്കുന്നതിന് പകരം
ഭക്ഷണം വിഴുങ്ങുന്നു. കാരണം അവന്റെ നോട്ടം ഈ മൊബൈലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്, ബിസ്മില്ലാഹി പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ സുന്നത്തായിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈൽ എടുത്ത് മാറ്റി വെക്കണം ഫുഡ് കഴിക്കുന്ന സമയത്ത്. ഇത് ഉപ്പമാര് അല്ലെങ്കിൽ അവരിങ്ങനെ മൊബൈൽ നോക്കി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തെ റെസ്പെക്ട് ചെയ്യേണ്ടത് കാര്യം കുറേ ഭക്ഷണത്തെ പറ്റി പഠിക്കാനുണ്ട്. ഭക്ഷണത്തിന് നോക്കണം, നോക്കിയിരുന്ന് ഭക്ഷണം. ഏതുപോലെ നമ്മള് ദിക്റുകൾ ചൊല്ലുമ്പോൾ ബഅദ സ്വലാത്ത് ദിക്റില്ലേ, ദിക്ർ ബഅദ സ്വലാത്ത് ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ആ യഹൂദിയുടെ യന്ത്രത്തില് അല്ലെ ചൈനക്കാരുടെ ആ മെഷീനിൽ ടക്ക് ടക്ക് ആക്കുന്നതല്ല. നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ വിരലിട്ട് നോക്കണം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ അങ്ങനെയാണ് ദിക്ർ ചൊല്ലുന്നത്. എന്ന് പറയുന്ന പോലെ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ആ ഭക്ഷണത്തിൽ നോക്കിക്കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇതൊരു സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭക്ഷണത്തെ ബഹുമാനിക്കുന്ന രീതിയാണ്. ഒന്നാമത്തെ കാര്യം, വിശപ്പില്ലാതെ കൊടുക്കുന്നു, അവിടെ കഴിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുന്നു. ആ സംസ്കാരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം. നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഇബാദത്തുകൾ പഠിക്കുന്നു, ജുമാ നമസ്കാര ഉപദേശങ്ങൾ കേൾക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നേരെ തിരിച്ചാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എങ്കിൽ നമ്മുടെ വീട് പിശാചിന്റെ കേന്ദ്രമായിട്ട് മാറും. അതുകൊണ്ട് ഭക്ഷണത്തെ ബഹുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയം. കാരണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ഹോസ്റ്റലിലൊക്കെ നമ്മുടെ മക്കളെ വിടുകയാണെങ്കിൽ ചില ഉമ്മമാർക്ക് ബേജാറാണ്. എന്തുകൊണ്ടാ? കാരണം അവരുടെ മോൻ എന്താണ് കഴിക്കുന്ന ആ ഉമ്മക്കറിയാം. അവരുടെ ഭർത്താവ് വേറെ എങ്ങോട്ടെങ്കിലും 2 ദിവസം പോയി നിന്നാലും ഭാര്യയ്ക്ക് ബേജാറാണ്. കാരണം അവർ വിചാരിക്കുന്നത് എന്റെ ഭർത്താവ് ഇന്ന സാധനമാണ്. അത് ബർക്കത്താണ്. കാരണം നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ആ ബർക്കത്ത് നമുക്ക് അത് തിരിച്ചറിയാൻ അല്ലാതെ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ ഈ പറയുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പള്ളിയിലും വീട്ടിലും സമൂഹത്തും എല്ലായിടത്തും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭക്ഷണ സമയത്ത് നമ്മൾ ഈ മൊബൈൽ മാറ്റി വെച്ച് കാണിച്ചു കൊടുക്കണം. മൊബൈൽ ഇല്ലാത്ത രീതിയിൽ ഇവിടെ ജീവിച്ചില്ല, അതേപോലെ ഇല്ലാത്ത പോലെ ഭക്ഷണം കഴിച്ച് പഠിപ്പിക്കണം മക്കളെ. അങ്ങനെയാണ് എങ്കിൽ, നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വീട്ടില് ഐശ്വര്യമുണ്ട്. കാരണം ബിസ്മില്ലാ പറഞ്ഞിട്ട് ഭക്ഷണം ഓരോ സ്ഥലത്ത് മൊബൈലിലേക്ക് നോക്കുന്നു. ആലോചിച്ച് നോക്കും, ബിസ്മില്ലയുടെ പവർ എത്രയാ. ബിസ്മില്ല എന്ന് പറയുമ്പോൾ ഇമാമികൾ പറയുന്നു അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്ന അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അവിടെ വരുന്നുണ്ട്. ആ നാമങ്ങളും റാസിക്ക് വരുന്നുണ്ട്. റിസ്ക് തരുന്നവനായ അള്ളാഹു എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നു. അസ്സലാമായ അള്ളാഹു, ഖുദ്ദൂസായ അള്ളാഹു, മലിക്കുൽ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ചിന്ത വേറെ ലോകത്തേക്ക് പോകുന്നു, അള്ളാഹുവിന്റെ ഓർമ്മയിൽ. അതുകൊണ്ട് സഹോദരിമാരെ അള്ളാഹുവിന്റെ ഭവനത്തിൽ എന്താണോ പഠിച്ചത് ആ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അതുപോലെ തന്നെ നമുക്ക് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരന്മാരുടെയും എല്ലാ രോഗങ്ങളും ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم احينا على الكتاب والسنة وابتنا مع الايمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.